ഹലോ, ഞാൻ ധന്യ. ഇഞ്ചിവിട്ടായുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ പ്രദേശത്ത് മലമ്പാമ്പിനെ കിട്ടി. കാരണം ഇവിടുത്തെ പ്രദേശം കണ്ടില്ലേ, ഏകദേശം ഇങ്ങനെയുള്ള ഒരു മണ്ണും കുഴികൾ അങ്ങനെയൊക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് പറമ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയ കാരണം ഇവിടെ നിന്ന് മുളവീടിനടുത്ത് നിന്ന്, മുളവീട് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. മുളവീട് തൊട്ടപ്പുറത്തുണ്ടോ? മുളവീട് ഈ വഴിയിലാണ്, തൊട്ടപ്പുറത്താണ് മുളവീട് കാണിച്ചുതരാം. അപ്പൊ നമ്മുടെ വീട്ടിൽ സതിച്ചേച്ചി ഉണ്ടായിരുന്നു. സതിച്ചേച്ചി പറഞ്ഞപ്പോഴാണ്, സതിച്ചേച്ചിയുടെ വീടും കാര്യങ്ങൾ സതിച്ചേച്ചിനൊക്കെ കാണിച്ചുതരാം. അപ്പൊ സതിച്ചേച്ചി പറഞ്ഞു 2 മലമ്പാമ്പിനെ കിട്ടിയിട്ട് ഞാൻ പോയി നോക്കാൻ പറഞ്ഞു. വന്നപ്പോഴേക്കും ഇവിടെ നിന്ന് ഫോറസ്റ്റുകാർ വന്ന് കൊണ്ടുപോയി. പിന്നെ കാരണം അത് ഓൾറെഡി കുരുത്തിയിൽ പെട്ട് കിടക്കായിരുന്നു. അപ്പൊ അവർക്ക് സുഖമായിരുന്നു, പെട്ടെന്ന് നേരെ ചാക്കിലാക്കി നേരെ കൊണ്ടുപോയി. വീഡിയോസ് എടുക്കാൻ സമ്മതിക്കില്ലേ കുറച്ച് പേര്? അതെ, ഓക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഒരു ആംബിയൻസ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു. നല്ല പാടല്ല, അത് മാത്രമല്ല കുറച്ച് ഏരിയാസ് ഉണ്ട്, മുളവീടുണ്ട്, പിന്നെ നമ്മുടെ മലമ്പാമ്പ് ജസ്റ്റ് മിസ്സായി. എന്നാലും നമുക്ക് കാണിച്ചു തരാം. ഈ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാം. നോക്കി പച്ചുമ്പ എങ്ങനെയൊക്കെ അറിയാം കാച്ചു? ഓ, വെരി ഗുഡ്. ആ വീടുകളിലൊന്നാണ് സതിച്ചേച്ചിയുടെ വീട്. അപ്പോൾ തൊട്ടിപ്പുറത്തു നിന്നാണ് കുരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമുക്ക് മലമ്പാമ്പിനെ കിട്ടിയത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മുളവീടുണ്ട്. മുളവീട് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ പാടം കാണിച്ചു തരാം. പിന്നെ വേറെന്താ ഇവിടെ കാണിക്കാനുള്ളത്? തിരിച്ചു വീട്ടിൽ പോവാം. കാശൂര് ഹായ് പറഞ്ഞടാ. വാ നമുക്ക് പോവാം. ബൈ ബൈ പറഞ്ഞേ. കുഴിക്ക് ചാടല്ലേട്ടാ കാച്ചു. മലമ്പാമ്പ് പോയി പറഞ്ഞേ. സൈക്കോ കാശു എന്തിനാ തല മടിക്കണേ? ദേഷ്യം വന്ന തലക്കിടിക്കും. എന്താ ചെയ്യാ, അമ്മയുടെ സ്വഭാവം ഇങ്ങനെ പോയി. വാ നമുക്ക് ഇനി മുളവീട് കാണാം. മുള വീട്ടിലേക്കുള്ള വഴിയില്ലേ, നമ്മുടെ പ്രശാന്ത സുന്ദരമായ ഗ്രാമപ്രദേശം. കാച്ചു എനിക്കൊക്കെ നിറച്ച് പമ്പുച്ചി ഉണ്ട്. പമ്പുച്ചി ഉണ്ടായിരുന്നു. നാളെ ഞങ്ങൾ വരുമ്പോ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. സോളാർ വീണു അല്ലേ? ഇവിടെ ആരെങ്കിലൊക്കെ താമസിച്ചിരുന്ന? അതെ, ഞാൻ കണ്ടിട്ടില്ല. നല്ല ഭംഗിയ. അതെ, ഭയങ്കര കാറ്റും നല്ല രസമുണ്ട് ഇവിടെ ഇതിൽ കൂടെ നടക്കാനായിട്ട്. നമ്മുടെ മുളവീട് പക്ഷേ പകുതിയൊക്കെ ഇടിഞ്ഞ് ആകെതായി. നമ്മൾ സതിച്ചേച്ചി നമ്മളെ കുളമൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോവാ. അപ്പം നമുക്ക് കുളത്തിൻ്റെ വഴിയിലോട്ട് പോവാം. അതെ, സതിച്ചേച്ചിയാണ് നമ്മുടെ ഗൈഡ്. ഇന്ന് സതിച്ചേച്ചിയുടെ കൂടെ നമുക്ക് പോവാം. കുളം ഭയങ്കര പടിക്കെട്ടൊക്കെ പോലെ കെട്ടിയിട്ടുണ്ട്. ഇത്രയും ഭംഗിയുള്ളൊരു കുളം ഇവിടെ ഉണ്ടാവും. മെയിൻറ്റെയിൻഡ് അല്ല കേട്ടോ ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു നെഗറ്റീവ് സൈഡ്. ഉണ്ടാ ഭംഗിയില്ലേ? നല്ല രസമുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? ശരിക്കും ഇത് മെയിൻറ്റെയിൻഡ് ആണെങ്കിൽ എന്ത് രസമുണ്ടാവും. ഇതിലെ മേലേക്ക് കയറുന്നു അല്ലേ? ആ ഹാ ഹാ ഹാ. ഇവിടെ ഫുഡൊക്കെ വെക്കാനുള്ള സ്ഥലം, കിച്ചൺ ഏരിയ, പിന്നെ ബാക്ക് സൈഡ് അവിടെ നിന്ന് ഇങ്ങനെ കുളിക്കാനൊക്കെ ഉള്ള ഏരിയ ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കിണറുണ്ടെന്നാ പറയണ കേട്ടോ. ആ, ഇപ്പൊ ശരിക്കും പൊളിഞ്ഞു കിടക്കുന്ന മുളവീടാണ്. ഇപ്പൊ സത്യത്തിൽ ശരിക്കും പൊളിഞ്ഞു കിടക്കുകയാണ് മുളവീട്. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഭംഗിയുള്ളൊരു കെട്ടിയിട്ടുള്ളൊരു കുളം ഉണ്ടെന്നുള്ളത് നമുക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അത് രസമുണ്ടല്ലോ വേണോ? അങ്ങനെ
തെങ്ങൊക്കെ കണ്ടില്ലേ ഇവിടുത്തെ ഭയങ്കര. ശരിക്കും ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസോർട്ട് ഏരിയക്ക് മാറ്റാൻ പറ്റിയ ഭയങ്കര സിമ്പിളാണ്. ഓൾറെഡി തന്നെ അവർ ആംബിയൻസ് ഉണ്ട്, ഒന്ന് ഇതാക്കേണ്ട കാര്യമുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ 2 വർഷം മുന്നേ വന്ന വെള്ളം പൊക്കത്തിൽ ഇത് കുറേ നശിച്ചു. പിന്നെ അവരത് പ്രോപ്പറായിട്ട്, ഇത് ഇവിടുത്തെ ആൾക്കാരല്ല, വേറെ ഇവിടെ നിന്ന് ആൾക്കാർ ചെയ്തേക്കുന്നതാണ്. പിന്നെ അവർ പ്രോപ്പറായിട്ട് അത് ഡെവലപ്പ് ചെയ്തില്ല. കാരണം എല്ലാവർക്കും 2 കൊല്ലം അടുപ്പിച്ച് വെള്ളപ്പൊക്കം, അങ്ങനെയൊന്നും വ്യക്തമായിട്ട് അറിയില്ല. നല്ല കാറ്റും മൊത്തത്തിലൊരു ആംബിയൻസ് ആണ്, നല്ല രസമുള്ള ആംബിയൻസ് ആണ്. ബാക്കിൽ കുളം, ശരിക്കൊരു റിസോർട്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ബാത്റൂം, അതുപോലെ ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ അടുക്കള, അതുപോലെ കുളം, നല്ലൊരു ആംബിയൻസ് ആണ്. കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെങ്കിൽ നല്ലൊരു റിസോർട്ട് സെറ്റപ്പ് ആക്കി എടുക്കാൻ അവർക്ക് പറ്റിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടില്ലേ ഇതിൻ്റെ ജനാലകളൊക്കെ കണ്ടില്ലേ, ജനാലകളൊക്കെ മോള കൊണ്ട് തന്നെ ചെയ്തിട്ട്. അതുപോലെ ഒരു റൂമാണിത്, റൂമിൻ്റെ കിടക്കണില്ലല്ലോ, കിടക്കണില്ലാന്ന് കണ്ട അവിടെ സ്വിച്ച് ബോർഡ് കണ്ടില്ലേ, സ്വിച്ച് ബോർഡ്, അവിടെ ഒരു ജനാല, പിന്നെ ബാക്കിലൊരു ജനാല, പിന്നെ ഒരു ചെയർ കിടക്കുന്നുണ്ട്. കൊള്ളാം, ഒക്കെ വേസ്റ്റ് കിടക്കാണ്. അടിപൊളി സാധനങ്ങളാണ്. മുകളിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വായു സഞ്ചാരമുള്ള രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇല്ലില്ല, നല്ല പാമ്പുണ്ടോന്ന് ഞാൻ ആദ്യം നോക്കുന്നത്. മുകളിലിറങ്ങിയിട്ട് ഇത് നോക്കി, നമുക്ക് ഈ പുറത്തുനിന്നുള്ള ആംബിയൻസ് മാത്രമേ എടുക്കാൻ പാടില്ല, കാരണം ഇത് ലോക്ക്ഡ് ആണ്. ഡോറ് കണ്ടില്ലേ, ലോക്കൊക്കെ പൊളിഞ്ഞ് കിടക്കാനുള്ള എല്ലാം ഉണ്ട്. വേണ്ട, സീനാക്കണ്ട. അതായത് കുറച്ച് ഹൈറ്റിലാണ് ഇവർ പണിതേക്കുന്നത്. പക്ഷേ ഇവിടെ വെള്ളം വരുന്ന ഹൈറ്റ് എന്ന് വെച്ചാൽ ഇത് മുങ്ങും, ഇതിൻ്റെ ആ ഹൈറ്റിൽ വെള്ളം വരും. തൊട്ട് ബാക്കിൽ പുഴയാണ്, പിന്നെ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ കുളമുണ്ട്, കാണിച്ചു തരാം. ഇത് പടവൊക്കെ അവർ കെട്ടിയേക്കുന്നതാ കേട്ടോ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതേ വല്ല പാമ്പുണ്ടോ നോക്കണം. ഇവിടെ പാമ്പ് മെയിനാണ്. പക്ഷെ ഇപ്പം തന്നെ പറഞ്ഞില്ലേ, ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടിച്ചത്. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി ഇവിടെ പാമ്പുണ്ടായിരിക്കും. പിന്നെ ഞാൻ നാളെ ഇതിലൊന്ന് പാസ് ചെയ്തപ്പോൾ പാമ്പിനെ കണ്ടുണ്ടായിരുന്നു. പിന്നെ ഈ മുല വീട്ടിൽ കംപ്ലീറ്റ് പാമ്പാന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മളിപ്പോൾ വന്നപ്പോൾ ഒന്നിനും കണ്ടില്ല. പിന്നെ ഇത് ഇവർ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ഒരു കോളാണ്. ഇതിൻ്റെ ഉള്ളിലൊരു കിണറുണ്ടായിരുന്നു, അതൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് നല്ല പടവൊക്കെ കിട്ടി നല്ല ഭംഗിയാക്കി മാറ്റി. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ആയിരുന്നു അതിൻ്റെ ഫുഡൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ. പൈപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ഉണ്ട് അതിൻ്റെ അവിടെ ഉണ്ട്. അങ്ങോട്ട് കാട് പിടിച്ച് കാരണം ഞങ്ങൾ പോകണില്ലേ. കൊള്ളാം. ഓ അവിടെ എന്തരാ കച്ചു? നമ്മുടെ നാടൻ വഴിത്താര, നാടനല്ല നമ്മുടെ നാട്ടിലെ വഴിത്താര. ഇതൊക്കെയാണ് ഇപ്പം നമുക്ക് ഒരുപാട് മിസ്സാവുന്നത്. കൈ എത്തിപ്പിടിക്കുന്ന ദൂരത്തിൽ നമുക്ക് നാളികേരക്കല ഉണ്ട് ഇവിടെ. പോവാ, അപ്പോൾ നടന്നു പോവാം. ജോലി ഇന്ന് പോയില്ല. അപ്പോൾ ശരി, അപ്പോൾ ശരി. അവിടെ ചേട്ടനെ ഉണ്ട് വർത്തമാനം പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ജോലിയൊക്കെ ഇല്ലെന്നാണ് ചോദിക്കുന്നത്. ജോലി അപ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ മലമ്പാമ്പ് ജസ്റ്റ് മിസ്സായിട്ട് ഞങ്ങളിനി തിരിച്ചു പോകാൻ തീരുമാനിച്ചു. നമ്മുടെ നാടിൻ്റെ അതിമനോഹരമായ പോർഷൻസ് നിങ്ങൾക്ക് വീണ്ടും കാണിക്കുന്നതിനായിട്ട് ഞാൻ വീണ്ടും നമ്മൾ നേരത്തെ കണ്ടത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാനൽ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. ഞാൻ മുളക് വീട് നമ്മൾ മുമ്പും കാണിച്ചിരുന്നു. മുളക് വീടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇപ്പോൾ.
പക്ഷെ എന്നാൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന സമയത്ത് അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്, നല്ല സൂപ്പറായിരുന്നു കാണാനായിട്ട്. ഇപ്പം ആരും അതൊന്നും നോക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ കൊച്ചു ബോട്ടൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ബോട്ടിങ്ങൊക്കെ നടത്താമെന്ന് ഫീൽ വരിക. അതല്ലേ സൂപ്പർ. ഞങ്ങളുടെ ഇവിടുത്തെ അംഗനവാടിയാണ്, അവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും. ഇപ്പം ഇല്ല, ഇപ്പോൾ കൊറോണ ആയ സമയത്തില്ല. അപ്പോൾ കാശിക്കുട്ടൻ എന്താ ഇരിക്കുന്നു അച്ചയുടെ മടിയിൽ സെറ്റായിട്ട്. നമുക്ക് പോവാട്ടാ, നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. മലമ്പാമ്പിനൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു നിരാശയൊക്കെ ഉണ്ട്. കാശിക്കുട്ടന് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഇനി സൂല അങ്ങനെ പോകുമ്പോൾ കാശിക്കുട്ടന് മലമ്പാമ്പിനെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ പോവാട്ടാ.